ഹലോ. അപ്പം നമുക്ക് നമ്മുടെ ന്യൂ ഇയറിൻ്റെ വ്ളോഗ് കാണണ്ടേ? ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ ചാലക്കുടിയിലാണ് കേട്ടോ പോയത്. ചാലക്കുടിയിൽ അന്ന് നല്ല തിരക്കായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ പോരാ, അതുമാതിരി നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ ഇതുണ്ട്, ആ പോകുന്ന വഴിക്കൊക്കെ ഇതൊന്നും അല്ല തിരക്ക് കേട്ടോ, വരാൻ പോകുന്നുള്ളൂ തിരക്ക്. അപ്പം ഞാനും ചുട്ടുമോനും അന്ന് ഭയങ്കര സ്നേഹത്തിലായതുകൊണ്ട് ആൾ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ സഹകരിച്ച് തന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ പ്രജിത്തും ഉണ്ടായിരുന്നു, അതുപോലെ എൻ്റെ നാത്തൂനും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ആങ്ങളെ ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ആ ജനസാഗരത്തിന് നടുവിലൂടെ നമ്മൾ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അകലെ നിന്ന് തന്നെ നമ്മളുടെ മെയിൻ താരത്തിന് നമുക്ക് കാണാം കേട്ടോ. നമ്മളുടെ പാപ്പാനീനെ നമുക്ക് കാണാം. പാപ്പാനീന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഫണ്ണി ആയിട്ടുള്ള പല കമൻറ്റുകളും ഈ ഒരു പാപ്പാനീനെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് പല അക്കൗണ്ടുകളിൽ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഇത് തന്നെയാണോ പാപ്പാനി എന്നും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെത്തിയത് കുറച്ച് നേരം വൈകിയതായതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്ന് കയറിയ സമയത്ത് കുറേ ആളുകൾ തിരിച്ചു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ചെന്ന് നിന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു മരത്തിൻ്റെ അടിയിൽ സ്ഥലം കിട്ടി. ഒത്തിരി സ്ഥലം ഉണ്ടായിരുന്നു, അവിടെയൊന്നും അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിൽക്കുന്ന ആശാനില്ലേ, സുട്ടുമോൻ, ഈ സുട്ടുമോൻ ഈ കാണുന്ന തുള്ളിക്കളിയൊന്നും ആയിരുന്നില്ല കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുടെ തനി സ്വരൂപം എടുത്തു. ഒത്തിരി വാശിയും ബഹളമൊക്കെ ആയിരുന്നു. പക്ഷേ പ്രജിത്ത് അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തതുകൊണ്ട് എനിക്കും എൻ്റെ നാത്തൂനും ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഇതിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടോ. സത്യം പറഞ്ഞാൽ ഞാനും നാത്തൂനും കൂടിയിട്ടപ്പം ഞങ്ങളുടെ എന്താ പറയുക, ന്യൂ ഇയർ ആഘോഷം അങ്ങോട്ട് നന്നായിട്ട് കളറാക്കി. അപ്പോൾ കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും അങ്ങനെ കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ നമ്മുടെ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ പാപ്പാനീനെ കത്തിച്ചായിരുന്നു കേട്ടോ. പാപ്പാനീനെ കത്തിച്ച കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. പാപ്പാനീനെ കത്തിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം ഒന്ന് പുകഞ്ഞു കുറച്ച് നേരം. അതിനുശേഷമാണ് കേട്ടോ നമ്മുടെ പാപ്പാനി കത്ത് പിടിച്ചത്. പക്ഷേ കത്ത് പിടിച്ച് ആൾ മുഴുവൻ കത്തി തീർന്നുമില്ല കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ ഇൻസ്റ്റയിൽ ഓരോ വീഡിയോസ് ഞങ്ങളിത് മുഴുവൻ കത്തി തീരുന്ന വരെ നിന്നുമില്ല കേട്ടോ. പാപ്പാനിക്ക് തീ കൊളുത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ നമ്മുടെ പാപ്പാനി മുഴുവനായി കത്തിയില്ലെങ്കിൽ പോലും പ്രോഗ്രാമിനെ പറ്റി നമ്മൾ കുറച്ച് സമയമാണ് അവിടെ കിട്ടിയുള്ളെങ്കിലും ആ കുറച്ച് സമയം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചില്ലേ? എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആശംസിക്കുന്നു.